പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് വേടനെതിരെ എൻ.ഐ.എക്ക് പ്രധാനമായിട്ടും പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ നരേന്ദ്രമോദി കപട ദേശീയവാദിയാണെന്ന തരത്തിൽ വേടൻ പാട്ട് പാടിയെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് മിനി തന്റെ പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. 5 വർഷം മുൻപ് വേടൻ പാടിയ പാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പരാതിയുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. തെറ്റായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ വേടൻ ഈ പാട്ടിലൂടെ സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും നൽകുന്നത്. അതുപോലെ ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നുമാണ് മിനി കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഒരു അഭിമുഖത്തിലാണ് ഇവർ തന്റെ ഈ പ്രതികരണം നടത്തിയത്. പാട്ട് പഴയതാണെങ്കിലും ഇപ്പോഴാണത് സോഷ്യൽ മീഡിയയിൽ കൂടുതലും വൈറലായതെന്നും മിനി എടുത്തു പറഞ്ഞു. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു വേടൻ ഈ പാട്ട് പാടിയതെങ്കിൽ അയാൾ ഇന്ന് ജയിലിലായിരിക്കും. ഹിന്ദു സമൂഹത്തിലെ ജാതീയതയെ വളരെ മോശമായി ചിത്രീകരിച്ച് തമ്മിലടുപ്പിക്കുകയാണ് ഈ പാട്ടിലൂടെ വേടൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നുവെങ്കിൽ ഇത് ചെയ്യില്ല. അതിനാലാണ് വേടനെതിരെ പരാതി നൽകിയത് എന്നും ഇവർ വെളിപ്പെടുത്തുകയുണ്ടായി. വേടനെ വേട്ടയാടേണ്ട ഒരു കാര്യവും RSSനോ BJPക്കോ ഹിന്ദു സമൂഹത്തിനോ ഇല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇതാദ്യമായല്ല സംഘപരിവാർ വേടനെതിരെ രംഗത്ത് വരുന്നത്. നേരത്തെ RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപൻ NR മധു വേടനെതിരെ വിദ്വേഷകരമായ പരാമർശം നടത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്നും വളർന്നു വരുന്ന തലമുറയ്ക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് ശരിക്കും വേടൻ നടത്തുന്നതെന്നുമാണ് മധു പറഞ്ഞത്. വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്നവരാണെന്നും അദ്ദേഹം ശക്തമായി തന്നെ ആരോപിച്ചു. എന്നാൽ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയും കഴിഞ്ഞ ദിവസം വേടനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങളിലെ പരിപാടികളിലേക്ക് വേടനെ ക്ഷണിക്കുന്നതിനെതിരെയും സംഘപരിവാർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ സംഘപരിവാർ വിമർശനങ്ങളെയും അധിക്ഷേപങ്ങളെയും തള്ളിക്കളയുന്ന നിലപാടാണ് വേടൻ കൈക്കൊണ്ടിരുന്നത്. താൻ മുമ്പും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടെന്നും അതൊന്നും കാര്യമാക്കുന്നില്ല എന്നും വേടൻ വ്യക്തമാക്കുകയും ചെയ്തു. സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് താൻ കൂടുതലും വിശ്വസിക്കുന്നതെന്നും ജാതി ഭീകരത പരാമർശമൊക്കെ കോമഡിയല്ലേ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ വാക്കും പ്രവൃത്തിയും എവിടെയോ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ടാകാം അത് ഒരു പക്ഷേ. ഞാൻ നല്ല രീതിയിലാണ് ഇത്തരം വിമർശനങ്ങളെ എല്ലാം തന്നെ കാണുന്നതും. ഇനിയും അമ്പലങ്ങളുടെ ഷോ കിട്ടുകയും ചെയ്യും. ഇനിയും പോയി പാടുകയും ചെയ്യുന്നതാണ്. വിവാദങ്ങൾ തന്റെ കരിയറിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വേടൻ തുറന്നു പറഞ്ഞു.